കോഴിക്കോട്. കാലത്തിന്റെ ഏടുകൾ പിറകോട്ട് മറിച്ചു നോക്കുമ്പോൾ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ സ്ഥലം. കേരളത്തിലെ ഒരു പ്രധാന ജില്ല. 600 വർഷത്തെ കച്ചവട പാരമ്പര്യമുള്ള വലിയങ്ങാടിയാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാന ആകർഷണം. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും വിദേശങ്ങളിൽ നിന്നും ധാരാളം പേർ കച്ചവടത്തിനായി എത്തിയ സ്ഥലം. അതുപോലെ തന്നെയാണ് നഗരഹൃദയത്തിനുള്ളിലെ മിഠായി തെരുവും പാളയം മാർക്കറ്റും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സ്ഥലം. പലവ്യഞ്ജനങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും സുലഭമായി ലഭിക്കുന്ന കച്ചവട കേന്ദ്രം. മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ മൈതാനവും പഴയ അൻസാരി പാർക്കും ചേർത്ത് ഒന്നിച്ച് നവീകരിച്ച് സംരക്ഷിച്ചു പോരുന്ന സ്ഥലം. മിഴികൾക്ക് മിഴിവേകുന്ന കൊളോണിയൽ ശൈലിയിലുള്ള 250 വൈദ്യുത തൂണുകൾ മുഖ്യ ആകർഷണം. മാനവിക്രമൻ ടാങ്ക് അഥവാ മാനാഞ്ചിറ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള വലിയ ടാങ്കായിരുന്നു പണ്ടത്തെ രാജവംശത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്. കാപ്പാട് ബീച്ച്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ വടക്ക് മാറി കണ്ണൂർ റോഡിനോട് ചേർന്ന് തിരുവാങ്ങൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ബീച്ച്. 1498 മെയ് മാസം 27-ാം തീയതി പ്രശസ്ത പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായുള്ള ഒരു ശിലാഫലകം ഇവിടെ കാണാം. നിരവധി പാറകൾ നിറഞ്ഞ ബീച്ച്. ഇവിടെ അറബിക്കടലിന് അഭിമുഖമായുള്ള ഒരു പുരാതന ക്ഷേത്രം ആരെയും ആകർഷിക്കുന്നു. സരോവരം ബയോ പാർക്ക്. കോഴിക്കോട് നഗരത്തിലെ ഒരു പരിസ്ഥിതി സൗഹൃദ ബയോ പാർക്ക്. കനാൽ വേ, ബോട്ടിംഗ് സൗകര്യങ്ങൾ, ഓട്ടർ പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക്, ബേർഡ് സാങ്ച്വറി, അക്വേറിയം, ഓപ്പൺ എയർ തിയേറ്റർ എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ. കോഴിക്കോട് ബീച്ച്. ഈ നഗരത്തിലെ മറ്റൊരു പ്രശസ്ത ബീച്ച്. നഗരത്തിന് പടിഞ്ഞാറായാണ് സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഈ കടൽ തീരം. ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഈ തീരം. വിദൂര രാജ്യങ്ങളിൽ നിന്ന് വന്ന കപ്പൽ സേനകളുമായി നിരവധി നാവിക യുദ്ധങ്ങൾ നടന്ന സ്ഥലം. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ തുടങ്ങിയ ഒട്ടേറെ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് വേദിയായ സ്ഥലം. റീജിയണൽ സയൻസ് സെന്ററും പ്ലാനറ്റോറിയവും മ്യൂസിയം റോഡിൽ ജാഫർ ഖാൻ കോളനിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ച രഹസ്യങ്ങളുടെ അത്ഭുത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ് ഈ പ്ലാനറ്റോറിയം. നിരവധി ശാസ്ത്ര സത്യങ്ങളും മറ്റും കാണികൾക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരിടമാണ് റീജിയണൽ സയൻസ് സെന്റർ. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമായ NCSMന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള സയൻസ് എക്സിബിഷൻ ഗാലറികളാണ് മുഖ്യ ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവിന്റെ ജാലകം തുറന്നു തരുന്ന കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഇടം. ബേപ്പൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചെറിയ തുറമുഖങ്ങളിലൊന്ന്. കോഴിക്കോട് നഗരത്തിന് തെക്ക് 10 കിലോമീറ്റർ അകലത്തിലായി സ്ഥിതി ചെയ്യുന്നു. ഉരു എന്നറിയപ്പെടുന്ന വാണിജ്യ കപ്പലുകളുടെയും ബോട്ടുകളുടെയും നിർമ്മാണത്തിലൂടെ പ്രസിദ്ധിയാർജിച്ച തടി വ്യവസായ കേന്ദ്രം. പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ വർഷങ്ങളോളം താമസിച്ച സ്ഥലം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം താമസിച്ചിരുന്ന വീട് ഇന്ന് ബഷീർ മ്യൂസിയമായി അറിയപ്പെടുന്നു. ബേപ്പൂരിലൂടെ ഒഴുകുന്ന ചാലിയാറിന് തെക്കുവശത്താണ് ബേപ്പൂർ ലൈറ്റ് ഹൌസ്. 700 രൂപ ദിവസവാടകയുള്ള സാധാരണ ഹോട്ടൽ മുതൽ 17,000 രൂപ വാടകയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ കോഴിക്കോട് ലഭ്യമാണ്. ഓൺലൈൻ ബുക്കിംഗിനുള്ള സൗകര്യവും ഉണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് മാർഗം എത്തിച്ചേരാം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, 1 കിലോമീറ്റർ ദൂരം. ഏറ്റവും അടുത്ത എയർപോർട്ട് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട്.
31 കിലോമീറ്റർ.